സോ ടുഡേ ഞാനിന്ന് PvP കളിക്കാൻ പോവാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് PvP. അതും എൻസോ എന്ന് പറഞ്ഞ യൂട്യൂബറായിട്ടാണ് കളിക്കുന്നത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊത്തിരി കളിക്കാറിയത്തില്ല. എൻ്റെ അവനായിട്ട് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലാഗുണ്ട്. ആൻഡ് ഈ ഇഷ്യൂസൊന്നും ഞാൻ പറഞ്ഞ് കളിക്കുന്നില്ല. നിങ്ങളെന്നെ കാണുക ആൻഡ് എൻജോയ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ PvP സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഫുഡ് എടുക്കില്ല. എന്നാൽ ഞാൻ തരാം. ഇവ ഫുഡ് കൊടുക്കൂല. എൻ്റെ പോയിട്ട് എന്നാ കളിക്കല്ലേ? എടാ ലാഗ് പറഞ്ഞല്ലേ. അങ്ങനെ PvP സ്റ്റാർട്ടായി. PvP തുടങ്ങിയ സമയത്ത് വലിയ ലാഗൊന്നും ഇല്ലെങ്കിലും പതുക്കെ ലാഗ് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. No! ഭയങ്കര ലാഗടാവേ. എനിക്ക് തെറിച്ചു. ഓ അടി ഓർഡർ എത്ര മൂന്നോ? ഇപ്പോഴോ കൂടി Oh my god. കണ്ടോ, ഇതൊക്കെ നീ ചുമ്മാ പറന്ന് നടക്കുക. ആൻഡ് ഗസ് വാട്ട്, PvP ഒരുപാട് നേരം നിലനിന്നു. രണ്ടുപേരും മരിച്ച പോരാട്ടമായിരുന്നു. ഞാൻ ചത്തില്ല, അവനും ചത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി കുറയാൻ തുടങ്ങി. കുറയൂലടാ. ഞാനൊക്കെ ഗോൾഡൻ ആപ്പിൾ വെച്ചിട്ട് എത്ര നേരമായി. ഞാൻ നിനക്ക് മുമ്പ് അടിക്കുന്നു പറഞ്ഞ കൊള്ളുന്നില്ല. ആൻഡ് ഈ മൊമെൻറ്റിലാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ കുറേ നേരം കൊബ്വെബ് യൂസ് ചെയ്തിട്ട് എന്നാൽ പിന്നെ കൊബ്വെബ് യൂസ് ചെയ്താലോന്ന്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ്റെ കൊബ്വെബ് വീണെങ്കിലും അവൻ ഈസിയായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ഞാൻ ഈ കൊബ്വെബിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, ഇതിൽ നമുക്ക് 3 റൗണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്നവനാണ് ഈ PvPയിൽ വിന്നർ. ആൻഡ് ഫൈനലി അവൻ്റെ ഹെൽമെറ്റ് പൊട്ടി. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ടിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ റൗണ്ടിൽ ഫസ്റ്റത്തെ റൗണ്ടാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ടഫായിരുന്നു. പണ്ടാരം പിടിക്കാൻ ഇങ്ങനത്തെ ഒരു ലാഗും എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. 2ാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എൻസോണക്ക് ഹെൽമെറ്റ് പൊട്ടി. തിരിച്ചു കൊടുക്കണോ? എന്റെ പൊട്ടാനുള്ള കാരണം അന്ന് കളിച്ച മറ്റേ ഇതില്ലേ, ആർമറില്ലേ, അപ്പൊ ഞാൻ മാറ്റാൻ പറഞ്ഞു. ഞാനത് മാത്രമല്ല ഗൈസ്, എൻ്റെ ഹെൽമെറ്റും പൊട്ടാതായിട്ടിരിക്കുകയാണ്. സോ ഇപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എൻ്റെ ഹെൽമെറ്റ് പൊട്ടുമ്പോൾ ഇവന്റെ ഹെൽമെറ്റ് പൊട്ടത്തില്ല. ഇതിപ്പോ നമ്മൾ കളിച്ച് പൊട്ടിച്ചാണ്, അല്ലാതെ മനഃപൂർവ്വം പൊട്ടിച്ചല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. എൻസോക്ക് എന്താ പറയാനുള്ളത്? ഒത്തിരി കൊബ്ബ് ഓവറായിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കളയാൻ പോവുക. കാരണം ഒത്തിരി ഭയങ്കര ഓവറായിരുന്നു ഞങ്ങള്. ആൻഡ് എലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് എസ്കേപ്പ് അടിക്കണമെങ്കിൽ കൊബ്ബ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതാണ് എൻ്റെ ചാനലിലെ ഫസ്റ്റ് PvP. തുടങ്ങുമല്ലേ? ബ്ലോക്ക് ഒക്കെ ആയിട്ട് എന്നോട്ടെ. അതിനെ കൊണ്ട് അത്രയ്ക്ക് വലിയ ശല്യം ഇല്ല, എന്നാലും ശല്യം ഉണ്ട് കേട്ടോ. ഈ വട്ടം എൻസോ കുറച്ച് സീനാണ്. ഒറ്റ മിനിറ്റ്, എന്റെ കയ്യില് കൊമ്പ് പിടിച്ചില്ല. എന്റെ ഷീൽഡ് ഞാൻ തൊട്ടില്ലല്ലോ, പൊട്ടാറ് ഒട്ടും പോയിട്ടില്ല. നീ എവിടെ? നിന്നെ കാണുന്നില്ല. നമുക്ക് എൻസോനെ കൊമ്പ് വെച്ച് വീഴ്ത്താം. ബ്രദർ പ്ലീസ് ബ്രദർ. തൽക്കാലം ഈ വെള്ളം ഞാനങ്ങ് എടുക്കുവാണേ. എൻസോ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങരുത് കേട്ടാ. No, he's escaped. You ഗോൾഡ് കളിക്കേണ്ട ടൈമായി. എടി നീ എന്നെ ഫാസ്റ്ററാ. എടാ എൻസോ ഈസ് റിവെഞ്ച്.
ആ എൻസോ എന്ത് നിന്റെ പാഞ്ചു പൊട്ടി. ആണല്ലേ ചോദിച്ചില്ലേ? അത് തന്നെ അത് സോറി സോറി. ഈ ഷൂസും പാൻറ്റും എനിക്ക് എപ്പോഴും മാറിപ്പോകും. സോഡ് പൊട്ടാറായടാ നിന്റെ. സോഡ് അങ്ങനെ പൊട്ടാറുണ്ടാവില്ലേ? ആ ബ്ലോക്ക് വെച്ചത് മാറിപ്പോയില്ലേ, ബ്ലോക്ക് വെച്ചത് മാറിപ്പോയില്ലേ. ആ ബ്ലോക്ക് വെച്ചത് മാറിപ്പോയതല്ലേ എൻസോ? ഞാൻ ബ്ലോക്ക് വെക്കാൻ പോയതാ, സൈഡിലായിരുന്നു ഈ സാധനം. എനിക്ക് തോന്നി കാരണം ഞാൻ നോക്കുമ്പോ നീ ചാടി ബ്ലോക്കിന് പകരം വെക്കുന്നത് ഇത് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ആരെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് കൊടുക്കുവോ? അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ മാച്ചിനും നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ മാച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻജോയിന് ഒത്തിരി കളിക്കാൻ സാധിക്കില്ലായിരിക്കും, കാരണം ആർമർ എന്തായാലും പൊട്ടി. നിന്റെ ചെസ്റ്റ് പ്ലേറ്റും നിന്റെ പാന്റും പൊട്ടാറായോ? എന്നാ നീ ഇത് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഹെൽമെറ്റും ബൂട്ടും അവന് കൊടുക്കുകയാണ്. എന്തായാലും അവന് ഒട്ടും ഇനി കളിക്കാൻ പറ്റത്തില്ല. അതിപ്പോ ഞാനാണെങ്കിലും ആരാണെങ്കിലും തോറ്റു പോകും. ഈവൻ ഡ്രീമിന്റെ കളി ഉള്ളവർക്ക് വേണ്ടി പിടിച്ചേക്കാം. ഡ്രീമിന്റെ കളി ഉണ്ടായിരുന്നെങ്കിൽ എൻസോ ഇപ്പൊ ഇവിടെ നിൽക്കൂലായിരുന്നല്ലേ. ഒരു VC ഒക്കെ മേടിച്ച് സെറ്റ് കളിക്കൂല്ലേ. ഞാൻ എന്തായാലും കുറച്ച് ആർമർ എടുത്ത് ഒരു എമർജൻസിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടത്തില്ല കേട്ടോ, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 2 ഡയമണ്ട് ആർമർ. ചാനലില് 1.5K സബ്സ്ക്രൈബ് അടിച്ചു. 1500. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ചെലവ് ഞാൻ പറയണില്ല. അപ്പൊ കളിക്കല്ലേ, ചെലവൊക്കെ ഒരു 10K അടിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ പൂർണ്ണമായി സന്തോഷവതിയാവുള്ളൂ. ഇനി എൻസോനെ പിടിച്ചാൽ കിട്ടത്തില്ലായിരിക്കും, കാരണം എൻസോടെ എടാ നീ സത്യം പറഞ്ഞാ ചില ചെസ്റ്റ് പ്ലേറ്റിന് കുഴപ്പമൊക്കെ ഉണ്ടോ? കള്ളം പറഞ്ഞു. എടാ വെള്ളം ഒഴിക്കല്ല. ഓ സീൻ ഇനി പിടിച്ചാ കിട്ടുന്നില്ല ഗൈസ് എൻസോനെ. അയ്യോ നീ എന്താ കൊബ്ബിലും അവനെ ബ്ലോക്ക് ഒക്കെ എടുത്ത് വെക്കുന്നേ? പിന്നെ ആകാ മോനെ എന്റെ കയ്യൊക്കെ എന്തൊക്കെയാണ്. എനിക്ക് FPS പിന്നെ 100 ആയതുകൊണ്ട് വലിയ സീനില്ല. മാപ്പ് കുറച്ച് വലുതായില്ലേ? മാപ്പ് കുറച്ച് ചെറുതായി പോയി ഗൈസ്. അയ്യോ നിന്റെ കയ്യില് കൊബ്ബ് ഉണ്ടെങ്കിൽ ഞാൻ ആ പരിസരത്തോട്ട് വരത്തില്ല. ഒളിച്ചിരിക്കുവല്ലേ, ഒളിച്ചിരുന്ന പരിപാടി. ചെറുക്കനെ ഞാൻ നോക്കുമ്പോ ബ്ലോക്കിന്റെ സൈഡില് ആരും കാണും. ജസ്റ്റ് മാറിയേക്കാം. വാടാ ഇങ്ങോട്ട് വാടാ. എന്റെ ഒരു കൊബ്ബ് ചെസ്റ്റ് വെച്ച് പൊട്ടറാ. വേറൊന്നും ഞാൻ പറയും. പൊട്ടി. ചെസ്റ്റ് വെച്ചല്ല വേറെന്തോ പൊട്ടി. അങ്ങനെ 3rd റൗണ്ടും ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഞാൻ ചാടി അടിച്ചപ്പോഴാന്ന്. അങ്ങനെ മൂന്നാമത്തെ മാച്ചിൽ നമ്മൾ ജയിച്ചിരിച്ച് കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ 3 റൗണ്ടായിരുന്നു വെച്ചിരുന്നത്. 3 റൗണ്ടും ജയിച്ച്. എന്തോ നീ നന്നായിട്ട് കളിച്ചു. ഗുഡ് പ്ലെയർ. നീ എന്നിട്ട് കളിച്ചു, കാരണം ഞാൻ ഇത്രയും പിടിച്ചിരുന്നില്ലേ. നീ ഇത്രയും പിടിച്ചില്ല, അപ്പൊ നീ നല്ല കളിച്ചു. എന്തോ കളിയെല്ലാവരും കമന്റ് ചെയ്യാ. അപ്പൊ അടുത്ത് നമ്മളെ PvP മിക്കറും സ്പിയറും പിന്നെ മെയ്സ് PvPയും അങ്ങനത്തെ മറ്റേ ക്രോസ് PvP അങ്ങനത്തെ ഒരുപാട് PvP കാണും. ആൻഡ് നിങ്ങൾക്കും ഈ വേൾഡിൽ കളിക്കണമെങ്കിൽ ഇതൊരു സെർവർ അല്ല, ബട്ട് എന്റെ അക്കൗണ്ടിൽ കയറുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒപ്പം PvP കളിക്കാൻ പറ്റും, അതും എന്റെ വേൾഡില്. അയ്യോ എൻസോ പകരം വിട്ടിറങ്ങണേ. നീ കുറച്ചേരം അവിടെ സ്റ്റക്കായിട്ടിരിക്കടാ പട്ടി. അപ്പൊ മറ്റൊരു കിടക്കാച്ചി വീഡിയോ എന്ന് പറയുന്നില്ല, മറ്റൊരു പൊട്ടാച്ചി വീഡിയോ ആയിട്ട് വരെ ബൈ.